നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. തുഗ്ലക് പരിഷ്കാരങ്ങളുമായി കോൺഗ്രസിന്റെ മാറ്റു കുറയുകയാണെന്ന് ഒടുവിൽ അവർക്ക് തന്നെ തോന്നി തുടങ്ങി. എങ്ങനെ തോന്നാതിരിക്കും? ഓരോ നുണകളായിട്ട് പൊളിച്ചെടുക്കുകയല്ലേ ജനങ്ങൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള അടയാളം പോലും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ കുറച്ച് തുഗ്ലക് പരിഷ്കാരങ്ങളെങ്കിലും കൊണ്ടുവരാമെന്ന് കരുതിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ജില്ലകളിലും രാഷ്ട്രീയകാര്യ സമിതി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. DCC ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. നിലവിൽ PCCകളിൽ മാത്രമാണ് രാഷ്ട്രീയകാര്യ സമിതിയുള്ളത്. DCC ശാക്തീകരണത്തിൽ കേരള മോഡൽ അടിസ്ഥാനമാക്കും ജനസമ്പർക്കം, ഫണ്ട് സ്വരൂപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലാകും കേരള മാതൃക പിന്തുടരുക. അതിന് കേരളത്തിൽ തന്നെ കോൺഗ്രസ് പൊട്ടി പാളീസായി ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ കേരള മോഡൽ അനുകരിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ടായിരിക്കും. ശാക്തീകരണ നടപടികൾ ആദ്യം തുടങ്ങിയ ഗുജറാത്തിൽ മെയ് 31-ന് പുതിയ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കും. മോദിയുടെ ഗുജറാത്തിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, കോൺഗ്രസ്സുകാരെ ആട്ടിപ്പായിക്കുന്നത് തന്നെ നമ്മൾ കാണേണ്ടി വരും. അതേസമയം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസും കോൺഗ്രസ് യോഗത്തിൽ ചർച്ചാ വിഷയമായി. ഇനി കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം, അതായത് കോൺഗ്രസ് തീരുമാനങ്ങൾ കൂടി പറയാം. എങ്ങനെ അമ്മച്ചിയും മോനെയും രക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് യോഗത്തിൽ തീരുമാനിച്ചത്. നാഷണൽ ഹെറാൾഡ് കേസ് അവന്യൂ കോടതിയിൽ നടപടികൾ പരിശോധിച്ച ശേഷം ഉയർന്ന കോടതികളെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ED നടപടികൾ പ്രതിഷേധിച്ച് വരുന്ന തിങ്കൾ മുതൽ ബുധൻ വരെ രാജ്യവ്യാപകമായി വാർത്താ സമ്മേളനം നടത്തും. ഇത് വാർത്താ സമ്മേളനം നടത്തി പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യം? EDക്ക് പേടിയാവുമോ? നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയ ഉപ്പതിനാൽ വെള്ളം കുടിക്കും. അതിൽ പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യം? കേസ് കെട്ടിച്ചമച്ചതാണെന്ന് യോഗത്തിൽ നേതാക്കൾ വിശദീകരിച്ചു. സ്വാഭാവികം, നുണ നുണ നുണ. അങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കട്ടെ. ഭീഷണിപ്പെടുത്തി പിന്നോട്ടടിക്കാൻ കഴിയുമെന്ന് സർക്കാർ കരുതണ്ടെന്ന് ആമുഖ പ്രസംഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. സോണിയയും രാഹുലും ഡയറക്ടറായ യങ് ഇന്ത്യ കമ്പനി ലാഭമുണ്ടാക്കില്ല, അത് എല്ലാവർക്കും അറിയാം. അവർ രണ്ടുപേരും പഞ്ചപാവങ്ങളാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതും മോദിയുടെ തലയിൽ. മോദി കാരണം രാഹുലും സോണിയയും പെട്ടു, ഇത്രയേ ഉള്ളൂ. അതാണ് അവരുടെ പറഞ്ഞു വരുന്ന സംഭവം. എങ്ങനെയും പിടിച്ചു നിൽക്കുക, അതാണ് കോൺഗ്രസ് നിലപാട്. ഇനി ഈ പരിഷ്കാരങ്ങൾ കൂടി വരുമ്പോൾ പിന്നെ അടിപൊളിയായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.